ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. പലരും മെസ്സേജുകൾ അയക്കുന്നുണ്ട്. വിവാഹം ചെയ്യാതെ ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് നിയമവിരുദ്ധമല്ല. രണ്ട് പ്രായപൂർത്തിയായ വ്യക്തികൾ അവരുടെ സമ്മതപ്രകാരം ഒരുമിച്ച് താമസിക്കുന്നത് കുറ്റമല്ല എന്ന് ഹൈക്കോടതികളും സുപ്രീം കോടതിയും പലതവണ പറഞ്ഞിട്ടുണ്ട്. ലിവ് ഇൻ റിലേഷൻഷിപ്പിന് ഇരുവരുടെയും സമ്മതം അഥവാ കൺസേൺ ഉണ്ടായിരിക്കണം. അതായത് ഇരുവരും സ്വമേധയാ ആയിരിക്കണം ഈ ബന്ധത്തിൽ ഏർപ്പെടുവാൻ. 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയുകയുള്ളൂ. നേരത്തെ വിവാഹിതരായവർക്ക് ഈ ബന്ധം നിയമപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ആ സ്ഥിതി മാറിയിട്ടുണ്ട്. അതായത് കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുമ്പോൾ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല. എന്നാൽ മാര്യേജ് രജിസ്റ്റർ ചെയ്യുവാനോ അമ്പലത്തിലോ മറ്റ് ആരാധനാലയങ്ങളിലോ മാലയിടുക, വിവാഹ ചടങ്ങുകൾ നടത്തുക തുടങ്ങിയവ സാധ്യമല്ല. ഇനി ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സ്ത്രീയുടെ അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ അണ്ടർ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രകാരമുള്ള സംരക്ഷണം ഈ ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീക്കും ലഭിക്കും. ചില കേസുകളിൽ സ്ത്രീക്ക് ജീവനാംശവും ലഭിക്കാറുണ്ട്, പ്രത്യേകിച്ച് ദീർഘകാലങ്ങളായി തുടരുന്ന ബന്ധത്തിൽ. കോടതി ഇത്തരം കേസുകളിൽ ജീവനാംശം അനുവദിക്കാറുണ്ട്. ഇന്ദിര ശർമ്മ വേഴ്സസ് KV ശർമ്മ എന്ന സുപ്രീം കോടതി വിധി ഇതിന് റെഫറൻസ് ആയി ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾ ലെജിറ്റിമേറ്റ്, നിയമാനുസൃതം എന്നാണ് കോടതികൾ പറയുന്നത്. അവർക്ക് പിതാവിന്റെയും മാതാവിന്റെയും അവകാശങ്ങൾ ലഭിക്കുന്നു. സാമൂഹ്യപരമായി ലിവ് ഇൻ ബന്ധങ്ങൾ നഗരങ്ങളിൽ കൂടുതൽ സ്വീകരിക്കപ്പെടുന്നു. എന്നാൽ ഗ്രാമങ്ങളിലും പരമ്പരാഗത കുടുംബങ്ങളിലും ഇപ്പോഴും സംശയത്തോടെയാണ് ഇത്തരം ബന്ധങ്ങളെ കാണുന്നത്. ഖുഷ്ബു വേഴ്സസ് കന്നിയമ്മാൾ. ലിവ് ഇൻ ബന്ധം കുറ്റമല്ലെന്ന് സുപ്രീം കോടതി ഈ ജഡ്ജ്മെന്റിലൂടെ പറയുന്നു. ഇനി ഇന്ദിര ശർമ്മ വേഴ്സസ് KV ശർമ്മ. ദീർഘകാല ലിവ് ഇൻ ബന്ധം നേച്ചർ ഓഫ് മാര്യേജ് ആയി കണക്കാക്കുമെന്ന് പറയുന്നു. ഇനി ഈ ബന്ധം ബ്രേക്കപ്പ് ആകുമ്പോൾ സ്ത്രീക്ക് കിട്ടുന്ന നിയമ സംരക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി പ്രൊട്ടക്ഷൻ ഓർഡർ അഥവാ രക്ഷാ ഉത്തരവ്. പുരുഷൻ അവളെ പീഡിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ കോടതി പുരുഷനോട് സമ്പർക്കം വിലക്കാനുള്ള ഉത്തരവ് നൽകും. ഇനി റെസിഡൻസ് ഓർഡർ. സ്ത്രീക്ക് ആ ബന്ധത്തിൽ താമസിച്ചിരുന്ന വീട്ടിൽ ഹൗസ് പുരുഷന്റെ ആയാലും ചിലപ്പോൾ താമസിക്കാൻ അവകാശം കൊടുക്കാറുണ്ട്. ഇനി മെയിൻ്റനൻസ്. ബന്ധം ദീർഘകാലമുള്ളതും വിവാഹ സദൃശ്യവുമാണെങ്കിൽ മെയിൻ്റനൻസും അനുവദിക്കാറുണ്ട്. ഇനി കോമ്പൻസേഷന്റെ കാര്യമാണ്. പീഡനമോ ഉപേക്ഷണമോ മൂലം ഉണ്ടായ മാനസിക ശാരീരിക നഷ്ടത്തിന് കോർട്ട് കോമ്പൻസേഷൻ അനുവദിക്കാറുണ്ട്. ഓരോ കേസിനും മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഓരോ കേസിന്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് കോടതി തീരുമാനം എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ചുരുക്ക വിവരണം മാത്രമാണ്. സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജുകൾ അയയ്ക്കുക. വീണ്ടും ആമീസ് വേൾഡ് 2025 കാണുക. നന്ദി, നമസ്കാരം.